വ്യത്യസ്തമായ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് മിസ്സസ് അനിത സന്തോഷാണ്. വെൽക്കം ടു ദി ഷോ. ഇന്ന് നമ്മൾ ചെമ്മീൻ കൊണ്ടൊരു വിഭവമാണ്, പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ്. എന്താണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്? ചെമ്മീൻ ദോശ. പേരിൽ തന്നെ എന്ത് വ്യത്യസ്തമാണ്? ചെമ്മീൻ ദോശ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, പക്ഷെ ഒരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ ചെമ്മീൻ കൊണ്ടത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചെമ്മീൻ ദോശയിൽ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെമ്മീൻ ഓക്കെ ഇടത്തരം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെറിയ പീസാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ദോശയില് വലുതായി അത് കാണാനോ ഭംഗി അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ചെറിയ കുഞ്ഞു ചെമ്മീൻ കിട്ടുവാണെങ്കിൽ അത് ഒന്നും ചെയ്യണം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇച്ചിരി വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതായത് ഞാൻ പീസാക്കി വെച്ചിരിക്കുകയാണ്. കഴുകി എല്ലാം വെച്ചിരിക്കണം, പീസാക്കിയിരിക്കും. പിന്നെ ഇതിനോട് ചേർന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മുളക് പൊടി ആയിക്കോളും, ഒരു നുള്ള മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റും. ഒരു പാനിലേക്ക് നമ്മള് ഓരോ ഇൻഗ്രീഡിയൻസിനാ പോവാണല്ലേ. ആദ്യം നമുക്ക് ഓയിൽ ഒഴിക്കണം. ഓക്കെ. അപ്പൊ അതിന്റെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? കുട്ടികൾക്ക് ഹസ്ബൻഡിന് ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ചെമ്മീനാണ്. ചെമ്മീന് കൊഞ്ചും ഒക്കെ നമുക്ക് ഇതിന് പറ്റില്ല. അത്ര വലിയ വലിയ പീസായി നമുക്കിത് ദോശയിലാണല്ലോ ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഓക്കെ. നമുക്ക് സാധാ മുളക് പൊടിയാണോ? അതെ, സാധാ മുളക് പൊടി. ഇനിയിപ്പോ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു അര ടീസ്പൂൺ മതി. ഓക്കെ. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി. ഓക്കെ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. ഗ്രേവി വേറെ വരുമ്പോ അതിന് നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യല്ലേ? അതുകൊണ്ടാണ് ഇതിലേക്ക് വേണ്ടത് മാത്രം നമുക്ക് ചേർത്താൽ മതി. അതായത് ചെമ്മീനിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിൽ ആണ് ഓരോന്നും പ്രിപ്പയർ ചെയ്തത്. അടുത്ത പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഇതിന്റെ ഗ്രേവി ചെയ്യാൻ പോവാണ്. ഗ്രേവി അത് ഫസ്റ്റ് നമ്മള് ഓയിൽ ആഡ് ചെയ്യും. എന്നതും കൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യണം. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം അല്ലേ? ഹെൽത്ത്. പിന്നെ ഇത് ബേസിക്കലി നമ്മളൊരു നാടൻ കേരള ദോശയും പിന്നെ അതുപോലെ ചെമ്മീനും എല്ലാം നമ്മളുടെ കുട്ടനാടൻ ആ രീതിയിലാണല്ലേ? അതാണ് ഒരു തനി നാടൻ രീതിയിലാണ് നമ്മുടെ ഈ വിഭവം തയ്യാറാക്കുന്നത്. ഒന്ന് ചൂടായി പാനിലുള്ള ഓയിൽ ചൂടായി ഇതെടുത്തു. ചുവന്നുള്ളി നമ്മൾ നീളത്തിലരിഞ്ഞത് പാനിലേക്ക് ഇടാണ്. എണ്ണ ചൂടായതിനു ശേഷമാണ്. അതെ, അടുത്തത് ഇതാണ് പച്ചമുളക്. ഓക്കെ, ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ ചുവന്നുള്ളിയൊക്കെ ആഡ് ചെയ്ത മിക്സിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴിച്ചെടുക്കുക. ആ പച്ച ചുവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാറിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നമ്മൾ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 സ്പൂണോളം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അത് 1 ടീസ്പൂൺ മുളക് പൊടി. ശരിക്കും മസാല ആഡ് ചെയ്യുന്നതിന് എനിക്കറിയാം, നമുക്ക് ചെറുതായിട്ട് കോഫി വേണം അല്ലേ? പച്ചമുളക് നമ്മൾ ഇട്ടിട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് അല്പം ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ ഇത്രയും സ്പൈസ് ആഡ് ചെയ്യുന്നതിന് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കുറച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്യാണ്. ചെറുതായിട്ട് അന്വേഷിച്ചാണ് അല്ലേ? നമ്മൾ ആ ദോശ ഒരു ടൊമാറ്റോ അല്ലേ? റോസ്റ്റിനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് മിക്സ് ചെയ്യണം. ചെമ്മീൻ ഇപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. റോസ്റ്റ് പരുവത്തിലാണ്. ഇതാണ് നമ്മുടെ ഫീലിംഗ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? പിന്നെ അതിന് ദോശയ്ക്ക് ചേർന്ന് ഒരു നല്ല ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. ദോശ നമ്മൾ ചമ്മന്തി വേണം അല്ലേ? അത് നമുക്ക് ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കാം, സവാളയും കൊണ്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ചമ്മന്തിയാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചമ്മന്തി തയ്യാറാക്കി 3 സ്പൂൺ വേണ്ടി വരും. നമ്മള് അതിൽ തന്നെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്വാദ് ശരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് ചമ്മന്തി ചെയ്യാൻ പോകണം. നമ്മള് അത് മിക്സ് ചെയ്ത് നമ്മൾ എണ്ണയിലേക്ക് ആഡ് ചെയ്യാണ്. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് നമ്മുടെ ചമ്മന്തി. ഇപ്പൊ ഫില്ലിംഗ് റെഡിയായി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ദോശയും കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പൊ 5 മിനിറ്റ് നമുക്ക് ബ്രൗൺ ആകാൻ വേണ്ടി സവാള നമ്മുടെ
സവാള വഴറ്റിയത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി ചേർക്കാനുള്ളത് ഉപ്പൊന്നും നമുക്ക് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ചേർക്കാം. നമ്മുടെ ചമ്മന്തിയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അര ടീസ്പൂൺ ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ അര ടീസ്പൂൺ പിക്കിൾ പൗഡർ, പിക്കിൾ മസാല. ഓക്കെ, അത് നമുക്ക് മാറ്റി പഠിക്കാം. ഇവിടെ അതാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതില്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. ഓക്കെ, നമ്മുടെ സാധാ വിനാഗിരിയാണ് അല്ലേ? ഓക്കെ, നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യണം. അതിന് 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താണ് അടുത്തായിട്ട്? ദോശയാണ്. നമുക്ക് ദോശ പ്രിപ്പയർ. നമ്മുടെ ചെമ്മീൻ ദോശയുടെ ചെമ്മീൻ തയ്യാറായി, അതുപോലെ തന്നെ അതിന്റെ കൂടെ കൂട്ടാനുള്ള ചമ്മന്തിയും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് സാധാരണ ദോശ ഉണ്ടാക്കുമ്പോ നമ്മള് കനം കുറച്ചായിരിക്കും, പക്ഷെ ഈ ദോശ ഇത്തിരി കട്ടിയിൽ വേണം അല്ലേ? അധികം വട്ടവും വേണ്ട. ഓക്കെ, അതെ, കുറച്ചേരം വെക്കാം അല്ലേ? ആ ദോശയുടെ മാവ് ഇടുമ്പോ ഉള്ള ഒരു സൗണ്ട് ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടം. ഒന്ന് വേവാൻ തുടങ്ങി. ഓക്കെ, ആ സമയത്ത് ഈ സമയത്ത് തന്നെ ചേർക്കണം, എന്നാലേ അതില് നമ്മുടെ ഈ കൂട്ട് ഇരിക്കുള്ളൂ. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒരു 2 ഡ്രോപ്സ് നെയ്യ് ഒന്ന് തൊടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് മറിച്ചിടാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത് നടുവിൽ വരെ ചെല്ലണം നമ്മളുടെ ഇത്, അല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം അറിഞ്ഞു പോകും അല്ലേ? യെസ്, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ദോശ മറിച്ചിട്ടിരിക്കുകയാണ്. ആ ഫില്ലിങ്ങും അതുപോലെ തന്നെ അതിന്റെ അതുവരെ കാത്തിരിക്കണം. എന്നുവെച്ചാൽ ശരിയായ വിധത്തിൽ ആ വേവ് വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പൊട്ടിപ്പോവും. പിന്നെ അത് മാത്രമല്ല ഈ ഫില്ലിംഗ് എല്ലാം ചെറിയ പോയി പല ദിവസമായി പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അടുത്ത് തന്നെ ഒന്ന് മാറ്റിയിരുന്നു. ഓക്കെ, വൈറ്റ് ദോശ അതിന്റെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് പ്ലേറ്റ് ആണ്, കോൺട്രാസ്റ്റ്. നമ്മുടെ ഫില്ലിംഗ് ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഫില്ലിംഗ് നമ്മൾ ശ്രദ്ധിച്ച് അതൊക്കെ നാച്ചുറൽ പോയിരിക്കും. നമ്മുടെ ചെമ്മീൻ ദോശ ഒരെണ്ണം തയ്യാറായി കഴിഞ്ഞു. എനിക്കിപ്പോഴേ കൊതി വന്ന് തുടങ്ങി. ഇനി നമ്മുടെ ചമ്മന്തി ദോശ റെഡി അല്ലേ? അതെ, അതിനൊരു ലീഫ് കറിവേപ്പിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, തയ്യാറാക്കിയിരിക്കുന്ന ചെമ്മീൻ ദോശ വളരെ സ്നേഹത്തോടെ തയ്യാറാക്കിയിരിക്കുന്നതാണ്. നമുക്കൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മാത്രമേ ടേസ്റ്റ് ചെയ്യില്ല, ആന്റി കൂടെ കഴിച്ചു നോക്കണം. ഓക്കെ, ആദ്യം നോക്കാം. നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ചമ്മന്തി കൂടെ എടുത്തിട്ട് അടിപൊളി, ശരിക്കും നമ്മുടെ പരിപാടി പോലെ തന്നെ അടിപൊളിയായിട്ടാണ് ആന്റി ഈ ചെമ്മീൻ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. ദോശ തന്നെ ഇങ്ങനെ ആശയായിട്ടിരിക്കുക. ഇപ്പൊ എന്റെ ആശ പൂർത്തീകരിച്ചു. താങ്ക് യു സോ മച്ച്. ആൻഡ് ആന്റി ഇനി ഞങ്ങൾ ജോയിൻ ചെയ്യണം. ഇത്ര ഡീഷ്യസ് ആയിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കിയത് വെരി താങ്ക് യു. ആൻഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ആന്റി ഈ ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ട്വിസ്റ്റ് കൊടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാകാം. എല്ലാവരും ട്രൈ ചെയ്യും.